ഒരിക്കലുമില്ല സാർ. മറ്റേത് ഫാൻസ് അസോസിയേഷൻ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുമ്പോൾ അത് കഴിഞ്ഞ് മക്കൾ ഇയക്കമായിട്ട് ആ സംഘടന മാറി. അപ്പം തന്നെ ഞങ്ങൾ മറ്റേ ബൂത്ത് കമ്മിറ്റി എടുത്തു കഴിഞ്ഞു. ഓരോ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ ഇറങ്ങാനേ കാരണം. വർഷങ്ങൾക്ക് മുമ്പേ ഇതിൻ്റെ എല്ലാ സജ്ജീകരണം ഉൾക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഇതിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം ആ കാണുന്ന ജനക്കൂട്ടമൊന്നും വോട്ടല്ല എന്നുള്ള ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. അതിനുള്ള ഒരു ഇതും കാണുന്നില്ല. നമ്മൾ കൊണ്ട് വർഷങ്ങളായിട്ട് അതിൽ പ്രവർത്തിച്ച ആളായതുകൊണ്ട് ഞാൻ പറയാം. ബൂത്ത് കമ്മിറ്റിയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ എല്ലാം സംഘടിപ്പിച്ച പിന്നെയാണ് ഈ രാഷ്ട്രീയത്തോടെ ഇറങ്ങാനും ഈ ഇത്ര 234 തൊകുതിയിൽ കാൻഡിഡേറ്റിനെ നിർത്താനും എല്ലാം തുടങ്ങിയിരിക്കുന്നത്. മനസ്സിലായി? ഞാൻ പറഞ്ഞതേ തമിഴ്നാട്ടിലെ ഏതൊരു താരം ഇറങ്ങി വന്നാലും വലിയ ആൾക്കൂട്ടം നഗരങ്ങളിൽ ഉണ്ടാവത്തില്ലേ? വിജയിയാകുമ്പോൾ കുറച്ചുകൂടെ ആൾക്കൂട്ടം ഉണ്ടാവും. ഇപ്പം നേരത്തെ മക്കൾ നീതി മയ്യവുമായിട്ട് വന്നല്ലോ കമൽഹാസൻ, അപ്പോഴും വലിയ ആൾക്കൂട്ടം തുറന്ന വാഹനത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രജനീകാന്ത് വന്നാലൊക്കെ ഉണ്ടാവും. ഇതിന് മുമ്പും വേറെ താരങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ട്, ആളും കൂടിയിട്ടുണ്ട്. പക്ഷെ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ, പശ്ചിമ ബംഗാളിൽ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. CPM-ന്റെ പരിപാടികൾ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ ഈ മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഏകദേശം ഈ പറഞ്ഞതിനോടെ എല്ലാം വായടയ്ക്കാനുള്ള ഒരു ഇത് എന്തായാലും ഉണ്ടാവും. അല്ല, നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അവിടെ വിജയ് ഈ DMK സർക്കാരിനെ മറിച്ചിടും എന്നാണോ? ഞാൻ വന്നിട്ട് ചെന്നൈയിൽ വന്നിട്ട് ക്യാമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അണ്ണാനഗർ, ടി നഗർ, അണ്ണാസാലൈ ഇവിടെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ജനങ്ങളുടെ റെസ്പോണ്ട് നമ്മൾ ഒരുപാട് കണ്ടതാണ്. ജനങ്ങൾ വന്നിട്ട് എല്ലാവരും ടി വിക്ക് വോട്ട് ചെയ്യുള്ളൂ പറഞ്ഞിട്ട് ഒരുപാട് ജനങ്ങൾ ആൾക്കാർ TVK വോട്ട് ചെയ്യുള്ളൂ എന്ന് നിങ്ങളോട് ക്യാമ്പയിനിൽ പറയാനുള്ള കാരണം എന്താണ്? അത് വിജയോടുള്ള ഇഷ്ടമാണോ അതോ DMK സർക്കാരിനുള്ള ദേഷ്യമാണോ? ദേഷ്യം തന്നെയാണ്. മാറ്റങ്ങൾ വരണം എന്നുള്ള ഒരു എന്താണ് DMK സർക്കാരിനുള്ള ആളുകളുടെ പ്രധാന രോഷം എന്താണ്? വെറും എന്താണ് ദേഷ്യത്തിന് കാര്യം എന്താണ്? അവിടെ ഒരുപാട് അഴിമതി മെയിനായിട്ട്, അതുപോലെ പെണ്ണുങ്ങൾക്ക് സുരക്ഷയില്ല, ഒരുപാട് ടാസ്ക് മാർക്കുകൾ ഉണ്ട്, അരാജകം, വെട്ട്, കൊള്ളയടി. നിങ്ങൾ ടാസ്മാക്കെല്ലാം നിർത്താൻ പോകണം വന്നിട്ട്? അല്ല, നിർത്തില്ല, ഘട്ടം ഘട്ടമായിട്ട് എല്ലാം കമ്മിയാക്കാലോ.